ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മലയാള പുതുവർഷം കൊല്ലവർഷം ആരംഭിക്കുകയാണ്. 1201 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതലാണ് ആ ഒരു കൊല്ലവർഷ ആരംഭം. മലയാളത്തിൻ്റെ പുതുവർഷ ആരംഭമാണ്. ചിങ്ങം 1 എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയെയും ഒക്കെ കുറിക്കുന്ന ഒരു നല്ല നാളുകളാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. ഈ 1201 ആണ്ട് പുതുവർഷത്തിൽ ഒരു 18 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ഒക്കെ വന്നു ചേരുന്നതായിട്ടുള്ള അനുഭവമാണ് ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ വന്നു ചേരുന്ന ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ പറയുന്നത് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഗുണഫലങ്ങളുടെ കാര്യങ്ങളാണ്. ഇതൊരു പൊതുഫലമാണ് എന്നാദ്യം മനസ്സിലാക്കുക. നമ്മളിവിടെ പറയുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ഒരു നക്ഷത്രത്തിൽ തന്നെ ജനിച്ചിരിക്കുന്നത്. നമ്മളൊരു ഫലം പറയുമ്പോൾ, ഒരു പൊതുഫലം പറയുമ്പോൾ അത് വലിയ ഗുണഫലങ്ങൾ നൽകുന്ന ഫലമാണെങ്കിലും ഒരുപാട് ദോഷഫലങ്ങൾ നൽകുന്ന ആ രീതിയിലുള്ള ഫലങ്ങളാണെങ്കിലും എല്ലാവർക്കും, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അനുഭവത്തിൽ വരുന്നത്. അവരവർക്ക് ആ ലഭിക്കുന്ന ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ, മാറ്റങ്ങൾ ഉണ്ടാകും. അതിന് പ്രധാന കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലഘട്ടങ്ങളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്ന ഒന്നാണ്. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ജാതകവശാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നടക്കുന്ന ദശാകാലങ്ങളും നിങ്ങളെ ബാധിക്കുന്നതാണ്. ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ ഈ പറയുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായി വന്നു ചേരും. എന്നാൽ ഒരു ദോഷഫലമുള്ള ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലഭിക്കുന്ന ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അത് മനസ്സിലാകണമെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുക. ചിങ്ങമാസം 1 തീയതി മുതൽ ഓഗസ്റ്റ് 17 മുതൽ 18 നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ, രാജയോഗതുല്യമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരനുഭവമാണ് ലഭിക്കുക. ഇതിൽ ആദ്യം എടുത്തു പറയേണ്ട രാശിക്കാരാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വർഷക്കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഫലം സാമ്പത്തികപരമായ മുന്നേറ്റമാണ്. ധനലാഭം വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്ന ഒരിടവം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ധനപരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഇടങ്ങളിൽ നിന്നായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ആ ഒരു പണം വന്നു ചേരുന്നത്. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങളാൽ നിറവേറ്റുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. അവരവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം, സന്തോഷം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷക്കാലമാകും ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു പുതുവർഷ ഫലം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ഏത് ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ധനം, ആ പണം എല്ലാ പാഴ്ചിലവുകളും വിട്ടുമാറി ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു സമ്പാദ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണപ്രദമായി അത് ഫലത്തിൽ ലഭിക്കും. എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇടവം രാശിക്കാർക്ക് വിട്ടുമാറി ജീവിതത്തിലൊരു ഉയർച്ച നൽകുന്ന ഒരു വർഷക്കാലഘട്ടമാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. അതുപോലെ ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയം. ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ സ്വന്തമായ ഭൂമി, ഗൃഹം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം. അതിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയവുമാണ്.
ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പ്രത്യേകം പറയണമെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടും രോഗദുരിതങ്ങളുമായിട്ടുമൊക്കെ മുന്നോട്ട് പോകുന്ന പല വ്യക്തികൾക്കും അതിൽ നിന്നും പൂർണ്ണ മോചനം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇതെന്ന് മനസ്സിലാക്കുക. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ ആശുപത്രിവാസങ്ങളോ ആ രീതിയിൽ കടന്നു പോകുന്ന ഇടവം രാശിയിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയം, നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന കാലം, ശരീരത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ വന്നു ചേരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലഘട്ടമാണ്. ഈ കൊല്ലവർഷം ചിങ്ങം 1 മുതൽ ഈ പുതുവർഷാരംഭത്തിൽ മുന്നോട്ടുള്ള ഒരു വർഷക്കാലം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ വിജയം, ധനലാഭം, കർമ്മരംഗത്ത് പുരോഗതി, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഓരോ വ്യക്തികളും മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ചിങ്ങം 1 മുതൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് മുന്നോട്ട് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നതും. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വമംഗളങ്ങളും ഐശ്വര്യങ്ങളും ഈ ഒരു പുതുവർഷക്കാലം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ മലയാള പുതുവർഷം ആരംഭിക്കുമ്പോൾ 1201 ആണ്ട് ആ ചിങ്ങമാസം 1 തീയതി മുതൽ വളരെ വലിയ ഗുണാനുഭവങ്ങൾ, നന്മകളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയം, ഒരു കാലമെന്ന് ഒറ്റ വാക്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഈ ഒരു വർഷക്കാലത്ത് ചിങ്ങം രാശിക്കാരായ വ്യക്തികൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങൾക്ക് ഒരുപോലെ ലഭിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് അതൊക്കെ പൂർണ്ണ വിജയത്തിലെത്തും. ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടം, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന സമയം, വിദേശ ജോലി, വിദേശവാസം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന ഏറ്റവും അത്യുത്തമമായ ഒരു കാലം, സമയമാണ്. സ്വന്തമായൊരു പുതിയ ഒരു തൊഴിൽ സംരംഭങ്ങൾ, ബിസിനസ്, തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു വർഷക്കാലം അതിനുള്ള ഭാഗ്യം നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ്. ഒരുപാട് മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, നന്മകളാണ് ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരിക. നിങ്ങൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമൊക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷക്കാലമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഈ ഒരു വർഷക്കാലത്തിൽ ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികളും അവരുടെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളൊക്കെ തീർത്ത് നിങ്ങൾക്ക് ചെറിയൊരു സമ്പാദ്യമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ചിങ്ങം രാശിക്കാരെ വിട്ട് പൂർണ്ണമായി മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കോടതി വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടത്തിൽ പരിഹരിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു അന്യോന്യം പരസ്പര സ്നേഹം, വിശ്വാസമൊക്കെ ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, പ്രത്യേകിച്ച് ചിങ്ങം രാശിയിൽപ്പെട്ട മകം നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികൾക്കും വിവാഹ കാര്യങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങളുണ്ട്. വിവാഹത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് കാലതാമസം, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് ഇത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ പിതാവിൻ്റെ വഴിയിൽ ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ചിങ്ങം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വർഷക്കാലം നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ ഫലമായിട്ട് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷക്കാലവുമാണ്.
നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ധനപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ധാരാളം ഉയരുന്ന സമയം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു ധനം ലഭിക്കുന്ന സമയം, മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഒരു വർഷക്കാലമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മുന്നോട്ടുള്ളത്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും മറ്റ് സഹോദരങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം സമാധാനമൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും അത്യുത്തമമായ ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടെ, സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന ധാരാളം വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിക്കുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ടിറങ്ങാം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വലിയ വിജയത്തിലെത്തുകയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ചും പലതരത്തിലായിരിക്കും ജീവിതത്തിൽ ആ മാറ്റങ്ങൾ അനുഭവത്തിൽ വരിക. തീർച്ചയായിട്ടും സമയം വളരെ അനുകൂലമാണ്. ഒരുപാട് നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ഏറ്റവും ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ചിങ്ങം 1 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകർക്ക് 1201 ആണ്ട് ചിങ്ങം 1 മുതൽ, ആ ചിങ്ങം 1 പിറക്കുമ്പോൾ മുതൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലം, നിങ്ങളുടെ ഭാഗ്യവർഷമെന്ന് പറയുവാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. എല്ലാ തരത്തിലും ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാലം, ഒരു സമയമാണ്. ഈ ഭാഗ്യമെന്ന് പറയുന്നത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ജ്യോതി, വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും പലതരത്തിലായിരിക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക. ചിലരെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളോ പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ ലഭിക്കുന്ന ഒരു കാലം. ചിലരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം സർക്കാർ സർവീസിലേക്ക് ഒരു ജോലി ലഭിക്കുന്ന സമയമാണ്. അതുപോലെ യൂണിഫോം സർവീസിലേക്ക്, പോലീസ്, അതുപോലെ മിലിറ്ററി, ഇതുപോലെയുള്ള ഒരു സർവീസിലേക്കൊക്കെ ഒരു ജോലിക്കായിട്ട് പരിശ്രമിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തി ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള യൂണിഫോം ജോബ്, ആ ഒരു ജോലി ലഭിക്കുന്ന ഒരു വർഷക്കാലവുമാണ്. വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന അത്യുത്തമമായ സമയമാണ്. അവരവരുടെ കർമ്മം കൊണ്ട് ജീവിതത്തിൽ നല്ല ഉയർച്ചയിലെത്തുക, അതുമൂലം പണം, പേര്, പ്രശസ്തി ഇതൊക്കെ ലഭിക്കുന്ന ഏറ്റവും നല്ല സമയമാണ്. തുലാം രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വരും. അതുപോലെ അപ്രതീക്ഷിതമായ ധനഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലഘട്ടം. ഈ ഒരു വർഷക്കാലം തുലാം രാശിയിൽപ്പെട്ട പലർക്കും ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹം, സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഒരു ഗൃഹം നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മുമ്പ് ഒരു ഗൃഹത്തിൻ്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ അത് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹ ഭാഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വർഷക്കാലമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിത പങ്കാളി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. എല്ലാ തരത്തിലും ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് വളരെ അധികം വന്നു ചേരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന പുരോഗതി. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പൂർണ്ണമായി മോചനം ഈ ഒരു വർഷക്കാലം വന്നു ചേരും. ഇപ്പോൾ ശരീരത്തിന് തന്നെ അത് വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് നൽകുക. ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾ, ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിലൊക്കെ നല്ല പുരോഗതി, അതുപോലെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ്. തുലാം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നിറവേറുന്ന സമയം. കുടുംബത്തിൽ സമാധാനം, സന്തോഷം വന്നു ചേരുക. മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവരവരുടെ കുടുംബത്തിനെ നയിക്കുവാൻ സാധിക്കുക. ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങളാണ് തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്.
ചിങ്ങം 1 മുതൽ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുവാൻ പറ്റും. വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു സമയമാണ്. കർമ്മ മേഖലയിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ കാലഘട്ടത്തിൽ തുലാം രാശിക്കാരെ വിട്ടൊഴിയും. എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു ഭാഗ്യം, ഗുണാനുഭവം ലഭിക്കുന്ന സമയമാണ്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു വർഷക്കാലം ചിങ്ങം 1 മുതൽ തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും പണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഇതിലൊക്കെ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം കൊണ്ട് എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ബന്ധങ്ങളൊക്കെ കൂടുതൽ ദൃഢമാകുന്ന ഒരു കാലഘട്ടവുമാണ്. എല്ലാ തരത്തിലും വളരെയധികം നേട്ടങ്ങൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകും. അത് വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ചിങ്ങം 1 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ സുവർണകാലം എന്ന് പറയാം. അത്രമേൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും, മനപ്രയാസങ്ങളും, ദുഃഖങ്ങളും, വേദനകളും ഒക്കെ മാറുന്ന ഒരു വർഷക്കാലം. മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം, സ്വസ്ഥത കൈവരുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറും. നിങ്ങൾക്ക് ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ധൈര്യം ലഭിക്കും. നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഓരോ സംഭവങ്ങളും നടക്കുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അടിത്തറ ലഭിക്കുന്ന തരത്തിലാണ് ഓരോ അനുഭവങ്ങളും വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നെഗറ്റീവുകളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലം. നിങ്ങളെ അലട്ടിയിരുന്ന രോഗങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി വിട്ടുമാറും. ആരോഗ്യം വീണ്ടെടുക്കുവാൻ പറ്റുന്ന സമയം. ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കേണ്ട അവസ്ഥയിൽ നിന്നൊരു മുക്തി. എത്ര വലിയ കടബാധ്യതയാണെങ്കിലും, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിനുള്ളൊരു പരിഹാരം, ഒരു വഴി തെളിഞ്ഞു കിട്ടുന്ന സമയം. ഈ കടബാധ്യതകളെയും പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തക്ക തരത്തിലൊരു മാർഗം തെളിഞ്ഞു കിട്ടും. ഒരു ധനവരവ്, പണം നിങ്ങളുടെ കൈകളിലേക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിൽ ആ കടബാധ്യതയിൽ നിന്ന് മുക്തരാകുന്ന ഒരു കാലഘട്ടം, സമയമാണ്. അതുപോലെ തന്നെ അനാവശ്യമായി നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന എതിർപ്പുകൾ, ശത്രുതകൾ, ഇതൊക്കെ നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലാകാം, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാകാം, സുഹൃത്തുക്കളുടെ ഇടയിലാകാം. നിങ്ങളെ അനാവശ്യമായിട്ടൊരു ശത്രുവായിട്ട് കണ്ട് എതിർത്തിരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി ആ ശത്രുത, എതിർപ്പുകളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്ന കാലഘട്ടം. ദാമ്പത്യപരമായിട്ടും ഭൂമി സംബന്ധമായിട്ടും മറ്റ് പണം ഇടപാടുകളുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ മകരം രാശിയിൽപ്പെട്ടവരുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം, മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറി ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടത്തിൻ്റെ, സമയത്തിൻ്റെ ആരംഭമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ഈ ഒരു വർഷക്കാലം മകരം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ധാരാളം ചിലവുകൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ്. ഈ ചിലവുകളെല്ലാം നിങ്ങൾക്ക് ശുഭ ചിലവുകളായിട്ട് വന്നു ചേരും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചിലവുകൾ നടത്തണമെന്നുണ്ടെങ്കിലും ധനവരവ്, പണവരവ് ഉണ്ടാകണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുവാൻ പോകുന്നത്. ഒരുപാട് ശുഭച്ചിലവുകൾ വന്നു ചേരും. ശുഭച്ചിലവുകളെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഭൂമി വാങ്ങുന്നത് ഒരു ശുഭച്ചിലവാണ്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നത് ശുഭച്ചിലവാണ്. അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യത്തിന് വേണ്ടി പണം, വിവാഹത്തിന് വേണ്ടി മുടക്കുന്നത് ഒരു ശുഭച്ചിലവാണ്. വിദേശ ജോലി, അതിനുവേണ്ടി നമ്മൾ പണം മുടക്കുന്നത് അതൊരു ശുഭച്ചിലവിൽ വരുന്നതാണ്. വണ്ടി വാഹന യോഗങ്ങൾ ശുഭച്ചിലവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ശുഭച്ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകൾ അനുഭവത്തിൽ വരുന്ന സമയം. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ അത് മുഖാന്തരം അപ്രതീക്ഷിതമായ യാത്രകൾ ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നേട്ടം ലഭിക്കുന്ന സമയവുമാണ്. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ആ സ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കുവാനുള്ളൊരു ഭാഗ്യവും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരുന്നതാണ്. മകരം രാശിക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. ഇത് പലതരത്തിൽ, പല രൂപത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുക.
മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളുടെ ഇടയിലും കർമ്മ മേഖലയിലുമൊക്കെ നിങ്ങൾക്ക് ആ മാറ്റം അനുഭവത്തിൽ വരും. നിങ്ങൾ അലട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും മാനസിക വിഷമതകൾ പൂർണ്ണമായി വിട്ടുമാറി മനസ്സ് തെളിയുന്ന സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഓരോ വ്യക്തികൾക്കും വന്നു ചേരും. മകരം രാശിക്കാർ ഈ ഒരു വർഷക്കാലത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നന്മകൾ വന്നു ചേരും. ഈ ഒരു വർഷക്കാലം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിക്കാരായ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഈ ചിങ്ങം 1 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചിങ്ങം 1 മുതൽ ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഏഴരശനിയുടെ അവസാന കാലഘട്ടത്തിൽ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന എല്ലാവിധത്തിലുള്ള മനപ്രയാസങ്ങളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു വർഷക്കാലം നിങ്ങൾ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈശ്വരാനുഗ്രഹമാണ്. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അനുഭവത്തിൽ വരും. നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ, പ്രയാസങ്ങൾ വിട്ടുമാറുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം. പലതരത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാശിക്കാരാണ് നിങ്ങൾ കുംഭം രാശിക്കാർ. പലർക്കും അത് പലതരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് ഒരു മാറ്റം വരും. ആരോഗ്യപരമായിട്ട് ഉള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് മുക്തി ലഭിക്കും. അതുപോലെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ ഈ ഏഴരശനി കാലത്ത് പലതരത്തിലുള്ള കർമ്മത്തിൽ ചിലർ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മാറി മാറി പല ജോലികൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ചിലർക്ക് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പ്രതിഫലം പോലും, ആ ശമ്പളം പോലും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ലഭിക്കാത്ത അവസ്ഥ, അങ്ങനെയുള്ള പലതരത്തിൽ കർമ്മസംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതുപോലെ ഒരു തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്നവർക്കും പ്രതീക്ഷിക്കുന്ന ധനലാഭം, വരുമാനമില്ലാതെ അതിലും ഒരുപാട് കടബാധ്യതകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വിവാഹത്തിൻ്റെ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് അനുഭവത്തിൽ വരുന്ന കാലതാമസം, തടസ്സങ്ങൾ, ചിലരെ സംബന്ധിച്ച് വിവാഹം നിശ്ചയം കഴിഞ്ഞ അവസാന നിമിഷം ആ വിവാഹം വിട്ടുമാറുന്ന ഒരനുഭവം, ഇപ്പോൾ കടബാധ്യതകളും മറ്റു പ്രശ്നങ്ങളും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കുംഭം രാശിയിൽപ്പെട്ട നിരവധി ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറുന്നൊരു സമയം. ചില വ്യക്തികൾക്ക് ഭൂമി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരുന്നവരുമുണ്ട്. ഈ സ്വന്തമായിട്ടൊരു ഭൂമിയുണ്ട്, അത് വിൽക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു, അതിനൊരുപാട് തടസ്സങ്ങൾ, അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് പ്രശ്നങ്ങൾ തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാത്ത അവസ്ഥ. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ ഭൂമി വിൽക്കുവാനൊക്കെയുള്ള ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ കടബാധ്യതകളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയവും. അപ്പോൾ ഈ ഒരു നിങ്ങളെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം വളരെ വളരെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം ചിങ്ങം 1 മുതൽ ആരംഭിക്കുകയാണ്. പൂർവികപരമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള നന്മകളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പൂർവികർ ചെയ്ത എല്ലാ നന്മകളുടെ ഫലവും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലവും നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, ധനവരവ്, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ വിട്ടുമാറും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കുന്ന ഒരു സമയം. പ്രധാനമായിട്ടും കുംഭം രാശിക്കാർക്ക് എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു 10 രൂപ ലഭിച്ചാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുമായിരുന്നു. കൈകളിലേക്ക് വരുന്ന പണം എങ്ങനെ ചിലവാകുന്നു എന്ന് അറിയാത്ത ഒരു സമയം. ധാരാളം പാഴ്ചിലവുകൾ, പലരെയും സംബന്ധിച്ച് പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ ബുദ്ധിമുട്ട്, സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാഴ്ചിലവുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പാഴ്ചിലവുകളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ചെറുതാണെങ്കിൽ പോലും നിങ്ങളുടെ ഗുണപ്രദമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക. അതുപോലെ ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക, സാമ്പത്തികപരമായ പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക. ഇതൊക്കെ ഈ ഒരു വർഷക്കാലം കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും.
പലരെയും സംബന്ധിച്ച് കർമ്മം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് ജോലി ചെയ്തു പോകുവാനും നല്ലൊരു ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും കടബാധ്യതകൾ പരിഹരിക്കപ്പെടുകയും അവനവൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്തി ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നിറവേറ്റി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ്, നല്ല ഒരു വർഷക്കാലമാണ് മുന്നോട്ട് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൂ. ഈ ഒരു വർഷക്കാലം ചിങ്ങം 1 മുതൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ചിങ്ങം 1 മുതൽ എല്ലാ നന്മകളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അത്യുത്തമമായ ഒരു സമയമാണ് ചിങ്ങം 1 മുതൽ ആരംഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഏഴരശനിയിൽ കൂടെ കടന്നു വരുന്നവർ, ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നല്ല ഒരു മാറ്റം ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കുറേ കാലങ്ങളായി മീനം രാശിക്കാരെ സംബന്ധിച്ച് പലരും സുഖം എന്ന ഒരു വാക്ക് കേട്ട് കാണാനുള്ള സാധ്യതയില്ല. കാരണം സുഖാനുഭവങ്ങൾ അത്രമേൽ അനുഭവത്തിൽ വന്നിട്ടില്ല. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സുഖാനുഭവം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നല്ല ആരോഗ്യം, അതുപോലെ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ നല്ല വരുമാനം, ആ കുടുംബത്തിൽ ഒരു സമാധാനം, സന്തോഷം, നമ്മുടേതും നമ്മുടെ കുടുംബത്തിൻ്റെതുമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുക, ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാവുക, ദാമ്പത്യം, വിവാഹം കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സുഖം, സമാധാനം ഉണ്ടാവുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. എന്നാൽ മീനം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവരവരുടെ ശിരസിൽ, ആ തലയിൽ ഒരു വലിയ ഭാരം കയറ്റി വെച്ച് നടന്നാൽ എന്താണോ സംഭവിക്കുക അതുതന്നെയാണ് പലർക്കുമുള്ള അനുഭവം. നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം, അതായത് താങ്ങാവുന്നതിലും കൂടുതൽ പ്രശ്നങ്ങൾ പലതരത്തിൽ അനുഭവിക്കുന്ന രാശിക്കാരാണ് മീനം രാശിക്കാർ. ഇതിൽ നിന്ന് മുക്തരായിട്ടുള്ളവർ ജനന ജാതകപ്രകാരം ഒരു ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ നടന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ നടക്കുന്നവർക്ക് മാത്രമാണ് അതിൽ നിന്നൊരു മോചനം. അല്ലാത്തവരെ സംബന്ധിച്ച് താങ്ങാവുന്നതിനും കൂടുതൽ പ്രശ്നങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്നൊരനുഭവം, അതിൽ നിന്നൊക്കെ നല്ല മാറ്റം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. പ്രത്യേകിച്ചും ഈ ഒരു വർഷക്കാലം മീനം രാശിക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിലായിരിക്കും ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നു ചേരുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ആ കർമ്മം എന്താണോ അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ, അലച്ചിലുകൾ, പ്രശ്നങ്ങൾ, സമ്മർദ്ദങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മമേഖല വളരെ സുഗമമായി മുന്നോട്ട് പോവുകയും നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനം, ഒരു ഉയർച്ച, ഒരു നന്മകൾ ലഭിക്കുകയും അതുമൂലം പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലത്തിൻ്റെ ആരംഭവുമാണ്. ചെയ്യുന്ന കർമ്മത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. അതുപോലെ സ്വന്തമായ ഒരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ നടത്തുന്നവർക്കും മീനരാശിക്കാർക്കും അതിലുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ, നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് വിദേശത്തൊക്കെ ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്ന മീനം രാശിക്കാർക്ക് ചിങ്ങം 1 മുതൽ ധൈര്യമായി പരിശ്രമിക്കാം. ആഗ്രഹിക്കുന്ന വിദേശ ജോലി ഭാഗ്യം ലഭിക്കും. അതുപോലെ ഒരു രാജ്യത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കൊക്കെ ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും കാലഘട്ടം വളരെ അനുകൂലമാണ്. വളരെ നല്ല രീതിയിൽ കർമ്മ മേഖലയിൽ മാറ്റമുണ്ടാകും. ഈ ഒരു വർഷക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിലൊക്കെ ഒരു പുരോഗതി വരികയും നിങ്ങൾക്ക് പലതും പുനരാരംഭിക്കുവാനും അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിപുലീകരിക്കുവാനുമൊക്കെ, ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ വിപുലീകരിക്കുവാനുമൊക്കെയുള്ള നല്ല കാലഘട്ടം, നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും സുഖം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഈ ഏഴരശനി കാലഘട്ടത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾ ഫലപ്രദത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി വീണ്ടും കിട്ടുകയും ശരീരത്തിനൊരു പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ഏഴരശനി കാലഘട്ടത്തിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ മുന്നോട്ടുള്ള സമയം, ഒരു വർഷക്കാലം ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറും. നിങ്ങൾക്ക് തന്നെ, ദമ്പതികൾക്ക് പല കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്ത് ഒരു അന്യോന്യം, ഒരു സ്നേഹം ഒക്കെ ഉണ്ടായി ആ ഒരു കുടുംബ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയം. അതുപോലെ വിവാഹ കാര്യത്തിലുണ്ടായിരുന്ന കാലതാമസം
പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യവും ഈ ഒരു വർഷക്കാലം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയം. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, അത് ആരോഗ്യപരമാകാം, നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മസംബന്ധമായാകാം, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലോ ദാമ്പത്യ ബന്ധങ്ങളിലോ സഹോദരങ്ങളുടെ ഇടയിലോ ആകാം, ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. 1201 ആണ്ട് ആ ചിങ്ങം 1 പിറക്കുമ്പോൾ മുതൽ മീനം രാശിക്കാരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ആ ശിരസിൽ താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് അതൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈയൊരു അനുഭവം, ഈ ഒരു നന്മ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറുകയും ചെയ്യും. മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൊണ്ടൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ചിങ്ങം 1 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.